പുതിയൊരു സ്വാഗതം. കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. 3 തസ്തികയിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സോ ഫ്രണ്ട്സ്, നമുക്ക് വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. 17/1/2024 വരെ നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. 17 ജാനുവരി 2024 നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. നമുക്ക് ഏതൊക്കെ പോസ്റ്റ് ഉണ്ടെന്ന് നോക്കാം. 3 തസ്തികയാണുള്ളത്. അതിൽ ഒന്നാമത്തത് പ്രൊജക്ട് മാനേജറാണ്. ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ക്വാളിഫിക്കേഷൻ മാസ്റ്റർ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഒന്നെങ്കിൽ ഫോറസ്ട്രിയിൽ അല്ലെങ്കിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ മാസ്റ്റർ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാം. 4 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സാലറി 45,000 രൂപ ലഭിക്കുന്നതാണ്. ഏജ് 45 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. 1 വർഷത്തേക്കുള്ള കോൺട്രാക്റ്റ് ആണ്. ഫർദർ 2 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും എന്നും പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ പോസ്റ്റ് സിവിൽ എഞ്ചിനീയർ ആണ്. ഒരു വേക്കൻസിയാണ്. ബിടെക് ഉള്ളവർക്ക് അപേക്ഷിക്കാം. 4 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സാലറി ആയിട്ട് പറഞ്ഞിരിക്കുന്നത് 45,000 രൂപയാണ് സാലറി. ഏജ് 45 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. 31/12/2023 ബേസിസിലാണ് ഈ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 45 വയസ്സ് വരെയാണ് ഏജ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. 1 വർഷം വരെ കോൺട്രാക്ട്, പെർഫോമൻസ് അനുസരിച്ച് 2 വർഷം വരെ നീട്ടി നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആണ്. +2 പാസ്സുകാർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഒന്നെങ്കിൽ +2 അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാം. എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. സാലറി ആയിട്ട് 20,000 രൂപ ലഭിക്കുന്നതാണ്. 40 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. 31/12/2023 വരെ 31/12/2023 ബേസിസിലാണ് ഈ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 1 വർഷമാണ് കോൺട്രാക്ട്. അതിനുശേഷം 2 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്ത് നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപേക്ഷിക്കുക. അപേക്ഷ അയക്കേണ്ട അവസാന തീയതിയായിട്ട് പറഞ്ഞിരിക്കുന്നത് 17/1/2024 വരെ നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കാൻ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ അയച്ചാൽ മറക്കരുത്. അതുപോലെ ഇതിൽ സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യാം. കേരള PC, കേരള ഗവൺമെന്റ്, ആർമി, നേവി, എയർഫോഴ്സ്, സെൻട്രൽ ഗവൺമെന്റ് ജോലി നോക്കുന്ന കൂട്ടുകാരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഡെയിലി അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. താങ്ക്സ് ഫോർ ദിസ് വീഡിയോ. വന്ദേ മാതരം.